ഹലോ എവ്രി വൺ. നമ്മൾ ഇൻകം ടാക്സിലെ ക്യാപിറ്റൽ ഗെയിൻ എന്ന ചാപ്റ്ററാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഇന്ന് അതിലെ ഇലസ്ട്രേഷൻ 7ഉം 8ഉം ആണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ്, ഇലസ്ട്രേഷൻ 7. Mr. Anand subscribed 500 shares of South Indian Bank for Rs 25,000 in May 2012. മിസ്റ്റർ ആനന്ദ് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ കുറച്ച് ഷെയർസ് പർച്ചേസ് ചെയ്യാണ്. 500 ഷെയർസ് ആണ് പർച്ചേസ് ചെയ്യുന്നത്. സബ്സ്ക്രൈബ്ഡ് എന്ന് വെച്ചാൽ പർച്ചേസ് ചെയ്യുക, ഷെയർസ് വാങ്ങിക്കുന്നതിനെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ 500 ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്തു. എന്നാണ്? മെയ് 2012 ഇയാൾ ഈ ഒരു പർച്ചേസ് നടത്തുന്നത്. ആൻഡ് എത്ര രൂപയ്ക്കാണ്? 25,000. ഇനി നെക്സ്റ്റ് എന്താ പറഞ്ഞേക്കുന്നതെന്ന് നോക്കാം. ഹാഫ് ഓഫ് ദ ഹോൾഡിംഗ്സ് ഓഫ് ദ ഷെയർസ് ഹെൽഡ് ബൈ ഹിം വെർ സോൾഡ് ഫോർ Rs 50,000 ഇൻ ജാനുവരി 2024. ജാനുവരി 2024 ആയപ്പോൾ എന്താ സംഭവിച്ചത്? ഇതിൻ്റെ ഹാഫ്, ഇയാൾ മേടിച്ച ഷെയർസിൻ്റെ ഹാഫ് ഇയാൾ വിൽക്കുകയാണ്. അതായത് 500 ഷെയർസ് ഇയാൾ വാങ്ങിച്ചു, അതിൻ്റെ പകുതി, 500ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 250 ഷെയർസ്. ആ 250 ഷെയർസ് ഇയാൾ വിൽക്കുകയാണ്. അത് വിൽക്കുമ്പോൾ എന്നാ വിൽക്കുന്നത്? ജാനുവരി 2024. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്നും എന്താണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്നും. ഇത് 2012 വാങ്ങിച്ച ഷെയറാണ്, വിൽക്കണത് ഒരുപാട് വർഷം കഴിഞ്ഞിട്ടാണ്. സോ ഇറ്റ് വിൽ ബി ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. അപ്പോൾ ഇത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. ഹി പെയ്ഡ് എ ബ്രോക്കറേജ് ഓഫ് 2% ഓൺ സെയിൽ. നമുക്ക് സെല്ല് ചെയ്തപ്പോൾ കിട്ടിയ ഒരു സെയിൽസ് പ്രൊസീഡിൻ്റെ 2% ഇയാൾ എന്ത് ചെയ്തു? ബ്രോക്കറിന് കൊടുത്തു, ബ്രോക്കറേജ് ആയിട്ട് കൊടുത്തു. അപ്പോൾ അത് സെല്ലിംഗ് എക്സ്പെൻസ് ആണ്. നമ്മൾ സെയിൽസ് പ്രൊസീഡ്സിൽ നിന്ന് അതെന്ത് ചെയ്യണം? ലെസ് ചെയ്ത് കളഞ്ഞാലാണ് നമുക്ക് എത്ര രൂപ ശരിക്കും ഈ സെയിൽ ചെയ്തുകൊണ്ട് കിട്ടിയെന്ന് അറിയുള്ളൂ. CII തന്നിട്ടുണ്ട്, 2012-13 തന്നിട്ടുണ്ട്, 2023-24 തന്നിട്ടുണ്ട്. നമ്മളോട് ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ആൻഡ് അസ്യൂം ദാറ്റ് നോ എസ്റ്റേറ്റ് ഈസ് പെയ്ഡ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ സെയിൽസ് പ്രൊസീഡ്സ് എത്ര കിട്ടിയെന്ന് നോക്കണം. സെയിൽസ് പ്രൊസീഡ്സ് എത്ര കിട്ടി? 250 ഷെയർസ് വിൽക്കാൻ നമുക്ക് ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. ഹാഫ് ഓഫ് ദി ഹോൾഡിംഗ്സ് ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ ഹിം വെർ സോൾഡ് ഫോർ Rs 50,000 എന്നുള്ളത് ക്വസ്റ്റ്യനിൽ ക്ലിയർ കട്ടായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ സെയിൽസ് പ്രൊസീഡ്സ് 50,000 നമുക്ക് എഴുതാം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഈ 50,000ൻ്റെ 2% നമ്മൾ ആർക്ക് കൊടുക്കും? ബ്രോക്കറേജിന് കൊടുക്കും. അതായത് ബ്രോക്കറിന് കൊടുക്കും ബ്രോക്കറേജായിട്ട്. അപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ കയ്യിൽ നിന്ന് ആ ഒരു 2% പോകുവാണ്. നമ്മളതെന്ത് ചെയ്യണം? ലെസ് ചെയ്ത് കളയണം. നമ്മുടെ കയ്യിൽ നിന്ന് പോവുക, നമ്മൾ വേറൊരാൾക്ക് ആ ഒരു എമൗണ്ട് കൊടുക്കുകയാണ്. നമ്മുടെ ലാഭത്തിൽ നിന്ന് എത്രയും കുറയുകയാണ്. സോ ആ ഒരു 2% അതാണ് 1000. ഇനി അടുത്തത്, അത് രണ്ടും ലെസ് ചെയ്യുമ്പോൾ നമുക്ക് 49,000 ആണ് ഓവറോൾ നെറ്റ് സെയിൽസ് പ്രൊസീഡ്സ് ആയിട്ട് കിട്ടുക. ഇനി ഇതിൽ നിന്ന് നമ്മൾ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, സാധാരണ നമ്മൾ ലോങ് ടേമിൽ കണ്ടുപിടിക്കുമ്പോൾ എന്താ ചെയ്യുക? ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കണ്ടുപിടിക്കും, അത് ലെസ് ചെയ്ത് കളയും. എന്തിൽ നിന്ന്? സെയിൽസ് പ്രൊസീഡ്സിൽ നിന്ന്. സെയിം പ്രോസസ്സ് ഇതിനകത്ത് കണ്ടിന്യൂ ചെയ്യാം. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? 12,500 ഇൻറ്റു 348/200 ചെയ്യാം. ഇപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഈ 12,500 എങ്ങനെയാണ് വന്നതെന്ന്. നമ്മൾ പർച്ചേസ് ചെയ്തപ്പോൾ ഉള്ള പ്രൈസ് എത്രയായിരുന്നു? 25,000. പക്ഷേ 25,000ൻ്റെ ഷെയർസും നമ്മൾ വിൽക്കുന്നില്ല, നമ്മളതിൻ്റെ പകുതി ഷെയർസാണ് വിൽക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 25,000ൻ്റെ പകുതി കണ്ടാൽ മതി. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷന് 25,000 മൊത്തമായിട്ട് എടുക്കണ്ട, പകുതിയായിട്ട് എടുത്താൽ മതി. കാരണം എന്താ? നമ്മൾ ആ ഫുൾ ഷെയർസും കൊണ്ട് വിൽക്കുന്നില്ല, നമ്മൾ ആ ഒരു ഷെയർസിൻ്റെ പകുതി മാത്രമേ വിൽക്കുന്നുള്ളൂ. സോ ആ ഒരു പകുതി എമൗണ്ട് മാത്രം ഇൻഡെക്സ് ചെയ്താൽ മതി. ഇനി നമ്മൾ കണ്ടുപിടിച്ച സെയിൽസ് പ്രൊസീഡിൽ നിന്ന് ഈ ഒരു ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ലെസ് ചെയ്യുമ്പോൾ നമുക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കിട്ടും. ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. സോ ഐ ഹോപ്പ് എവ്രി വൺ അണ്ടർസ്റ്റുഡ്.